വാഗണറാണ് വണ്ടി. അപ്പോൾ പഴയ മോഡൽ വാഗണർ, ഓവർ ഹീറ്റും പിന്നെ മിസ്സിങ്ങും കംപ്ലൈൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റായിട്ട് കസ്റ്റമർ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. ഓവർ ഹീറ്റ് ആയത് കസ്റ്റമർക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഓടിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എഞ്ചിൻ്റെ സൈഡിലൊരു ഡമ്മി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡമ്മി കംപ്ലൈൻ്റ് ആയിട്ട് കൂളൻ്റ് മൊത്തം പോയി. പിന്നെ നമ്മൾ ശരിയാക്കി കഴിഞ്ഞിട്ട് കൂളൻ്റൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ മിസ്സിങ്ങിനുള്ള കാരണം കുറേ നേരം തപ്പിക്കഴിഞ്ഞപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ലാസ്റ്റാണ് മനസ്സിലായത് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പിന്നെയും കൂളൻ്റ് ഇറങ്ങുമായിരുന്നു. കൂളൻ്റ് ഇറങ്ങിയിട്ട് ഒരു സിലിണ്ടറിൽ ഫയറിംഗ് ഉണ്ടായില്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്പാർക്ക് പ്ലഗ് എല്ലാം അയച്ചിട്ട് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് കൂളൻ്റ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ സിലിണ്ടറിൽ നമ്മളിത് ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞിട്ട് ക്രാങ്ക് ചെയ്യുമ്പോൾ കൈപ്പ് കാണിച്ചില്ല കേട്ടോ. അതിലേക്ക് കൂളൻ്റ് വന്നിട്ട് ഇത് കണ്ടോ, ഇത് കൂളൻ്റാണ്. കൂളൻ്റ് മിക്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് കൂളൻ്റ് അതിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വേറൊരു മെക്കാനിക്കാണ് നിസാം. ക്ലച്ചും ഹെഡെല്ലാം പുള്ളിയാണ് എപ്പോഴും അയക്കുക. അപ്പോൾ പുള്ളി ഹെഡ് അയച്ചെടുത്തു. അപ്പോൾ നമുക്കൊന്ന് കംപ്ലൈൻറ്റ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് അതിലൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അയച്ച് അതിൻ്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് കണ്ടോ, അവിടെ ഹെഡ് ഗ്യാസ്കറ്റ് ഡാമേജ് ആയിട്ട് കൂളൻ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കത്തിയേക്കുക. എവിടെയാണ് ഡാമേജ് ആയേക്കുന്നത്? ചിലപ്പോൾ ഓവർ ഹീറ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കംപ്ലൈൻറ്റ് ആയേക്കുന്നത്. അപ്പോൾ ഹെഡും അവിടെ കുറച്ച് ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം ആ കളർ ചേഞ്ച് കണ്ടില്ലേ, ആ ഒരു സിലിണ്ടർ മാത്രം കളർ ചേഞ്ച്, ബാക്കിയുള്ളതിലൊക്കെ നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ട് ഇരിക്കുക. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ഇരിക്കുന്നതെല്ലാം കറക്റ്റ് പ്രോപ്പറാണ്, മറ്റത് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കും. മൂവാറ്റുപുഴ ഗ്രാൻഡി കൊടുത്തിട്ട് നമ്മുടെ ഹെഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവുന്നില്ല. അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടുത്തുള്ള ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. മീറ്ററിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചിലതിൽ വാർണിംഗ് ലാമ്പ് ഉണ്ടാവും, ചിലതിൽ ഗേജ് ആയിരിക്കും. അതെല്ലാം ചെക്ക് ചെയ്യുക. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി മാക്സിമം ഓടിക്കരുത്. അടുത്തുള്ള വർക്ക്ഷോപ്പിൽ സേഫായിട്ട് എത്തിക്കുക. അത് മനസ്സിലാക്കാണ്ട് നമ്മൾ പിന്നെയും ഓടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വർക്കിലേക്ക് ചെല്ലും. ഇതിപ്പോൾ ഒരു വാഗണർ ആയതുകൊണ്ട് ചിലപ്പോൾ അത്രയും പൈസ വരത്തില്ല. ഒരു ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു 10 രൂപയുടെ അടുത്തെങ്കിലും ചിലവ് വരും മൊത്തത്തിൽ. പക്ഷെ നമ്മുടെ വണ്ടികൾ പല വണ്ടികളുണ്ട്, അതിൽ ഒരുപാട് പൈസ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിട്ട് യാത്ര ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതാണ്